ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. നമ്മളിന്ന് പോകുന്നത് തുമ്പൂർമുഴി ഡാമിലേക്കാണ്. അപ്പോൾ എല്ലാവരും കാണാം, അതിലുള്ള വിശേഷങ്ങളാണ് ഇന്ന് പങ്കുവയ്ക്കാൻ പോകുന്നത്. ഓക്കെ, ബൈ. ഇനി നമ്മൾ കാണാൻ പോകുന്നത് വഴിയോര കാഴ്ചയിലുള്ള ഒരു ഭാഗമാണ്, ഫാമാണ് നമ്മൾ കാണുന്നത്. ഒത്തിരി കന്നുകാലി വളർത്തുന്ന ഒരു ഫാമാണ്, നമുക്ക് കാണാം. അങ്ങനെ നമ്മൾ തുമ്പൂർമുഴി എത്താറായി. ഡാമിൻ്റെ എൻട്രൻസാണ് നമ്മളിപ്പോൾ കാണാൻ പോകുന്നത്. അതിനോട് അനുയോജിച്ച് അടുത്തെത്തി. ഇനി നമുക്ക് ഡാമിൻ്റെ ഉള്ളിലേക്ക് കടക്കാം. അതിൻ്റെ എൻട്രൻസിലുമായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് അതിൻ്റെ ഉള്ളിലേക്ക് കടന്ന് കാഴ്ചകളൊക്കെ കാണാം. ഓക്കേ, അങ്ങനെ നമ്മൾ വണ്ടി പാർക്ക് ചെയ്തു. നമ്മൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. കുട്ടികൾക്ക് വേണ്ടി പുതിയതായിട്ട് ഒരുക്കിയിരിക്കുന്ന പല കാഴ്ചകളുണ്ട്. ഗെയിമുകളും മറ്റുള്ളതൊക്കെ പുതിയതായിട്ട് ഇപ്പോൾ പണ്ട് വെച്ചിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ കാണുന്നത് ഡാമിൻ്റെ പരിസരമാണ്. തൂക്കുപാലാണ് നമ്മൾ കാണുന്നത്. ആ തൂക്കുപാലത്തിൽ കൂടെ നമ്മൾ യാത്ര ചെയ്യണ്. ഏഴാറ്റുമുഖത്തു നിന്നുള്ള യാത്രക്കാർ ഇങ്ങോട്ട് കടന്നു വരുന്നുണ്ട്. നമ്മൾ അങ്ങോട്ടേക്ക് പാസ് ചെയ്യണ്. അങ്ങനെ പുഴയിൽ ഇപ്പോൾ വളരെയധികം വെള്ളം കുറവാണ്. രൂപകൽപ്പന ചെയ്ത പോലെയുള്ള കല്ലുകളാണ് നമ്മളവിടെ കാണുന്നത്. ഇപ്പോൾ ഞങ്ങൾ നിൽക്കുന്നത് തുമ്പൂർമുഴി ഡാമിലാണ്. അതായത് അതിരപ്പള്ളി വെള്ളച്ചാട്ടം കഴിഞ്ഞാൽ നമ്മൾ നേരിട്ട് കാണാൻ സാധ്യതയുള്ളൊരു ഇതാണ് തുമ്പൂർമുഴി ഡാം. തുമ്പൂർമുഴി ഡാമിൻ്റെ കാര്യങ്ങൾ ചാലക്കുടി പുഴയിലുള്ളതാണ്, സ്ഥിതി ചെയ്യുന്നതാണ്. അപ്പോൾ ഏകദേശം 1949 തുമ്പൂർമുഴി ഡാം നിർമ്മാണം ആരംഭിച്ചെങ്കിലും ഒരു നീണ്ട കാലയളവിക്ക് ശേഷമാണ് ഇത് പൂർത്തീകരിക്കാൻ പറ്റിയത്. ഒരു 10 വർഷം 1959 ഇത് നിർമ്മാണം പൂർത്തീകരിക്കാൻ സാധിച്ചത്. അതിനുശേഷം ഇതിലേക്കുള്ള ഓപ്പൺ ചെയ്തത് 1966 അപ്പോൾ ഇവിടെ വന്ന് ഒത്തിരി ആൾക്കാർക്ക് വിശ്രമിക്കാനും കുട്ടികൾക്ക് വിനോദസഞ്ചാരത്തിനുള്ള ഒരു മേഖലയായിട്ട് ഇത് എടുത്തിരിക്കുന്നു. അതിനുശേഷം അതിരപ്പള്ളിയിൽ നിന്നും ചാലക്കുടി പുഴ പാലം വരെയുള്ള 3 തടയണകളുണ്ട്. ഒന്ന് കാഞ്ഞിരപ്പള്ളി മേഖലയിലും, ഒന്ന് പരിയാരം CSR മേഖലയിലും, ഒന്ന് കൂടപ്പുഴ മേഖലയിലും. അങ്ങനെ 3 ചെറിയ തടയണകൾ കെട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് തുമ്പൂർമുഴിയിലെ പാർക്കിലേക്ക് നമുക്ക് മെല്ലെ നീങ്ങാം. അതിലൊരു കനാലാണ്, 2 കനാല് സ്ഥിതി ചെയ്യുന്നു പറഞ്ഞത്. ഒന്ന് ഇടത്തെ വശത്തും ഒന്ന് വലത്തെ വശത്തും. വലത്തെ വശത്തെ കനാലിൻ്റെ സ്പോട്ടിൻ്റെ അവിടെയാണ് നമ്മൾ നിൽക്കുന്നത്. കനാലിൻ്റെ ഷട്ടറിൻ്റെ അടുത്ത് നിൽക്കണേ തുമ്പൂർമുഴി ഡാമിൽ വലത്തെ വശത്തുള്ള കനാലാണ് ഈ കാണുന്നത്. അതിൽ 48 കിലോമീറ്ററാണ് ഇതിൻ്റെ നീളം. ഇടത്തെ വശത്ത് 35 കിലോമീറ്റർ നീളമുണ്ട്. നമ്മൾ ഇനി കുട്ടികളുടെ പാർക്കിലേക്ക് മെല്ലെ തുമ്പൂർമുഴി ഡാമിൽ നമുക്ക് ചിൽഡ്രൻസ് പാർക്കിലേക്ക് പോകാനുള്ള വഴിയാണിത്. അതിൽ വാച്ച് ടവറും എല്ലാ സൗകര്യങ്ങളുണ്ട്. വ്യൂ പോയിൻ്റ് നമുക്ക് ശരിക്കും കാണാനും കുട്ടികൾക്ക് ഊഞ്ഞാലാടാനും കളിക്കാനും കോണി കയറി ഇറങ്ങാനും എല്ലാത്തിനും സൗകര്യമുള്ള ഒരു പോയിൻ്റാണ്. ഇനി നമ്മൾ കാണുന്നത് കുട്ടികളുടെ പാർക്കാണ്. കുട്ടികൾക്ക് കളിക്കാനുള്ള സൗകര്യങ്ങൾ ഒരുക്കിയിരിക്കുന്ന ഭാഗങ്ങളാണ് ഈ കാണുന്നത്. അതേപോലെ വലിയവർക്ക് വിശ്രമിക്കാം, കുട്ടികൾക്ക് ഗെയിം കളിക്കാം, പന്തിട്ട് കളിക്കാം, കോണി ഇറങ്ങി കളിക്കാം. അത് കഴിഞ്ഞാൽ നമുക്ക് വ്യൂ പോയിൻ്റ് അവിടെ അടുത്ത് തന്നെയുണ്ട്. അതിലേക്കാണ് നമ്മളിപ്പോൾ പോകുന്നത്. ആ വ്യൂ പോയിൻ്റിൽ പോയാൽ നമുക്ക് ഒത്തിരി കാഴ്ചകൾ കാണാൻ പറ്റും. വെള്ളം കുറവായ കാരണം പാറകളും അതേപോലെ അപ്പുറത്തെ ഭാഗങ്ങളൊക്കെ കാണാനായിട്ടുള്ള എല്ലാ സൗകര്യങ്ങളുണ്ട്. പുഴ അങ്ങോട്ടും ഇങ്ങോട്ടും നമുക്ക് ക്രോസ് ചെയ്ത് കടക്കാനുള്ള സൗകര്യമുണ്ട്. കുട്ടികൾ ഇറങ്ങി കളിക്കുന്ന ഭാഗങ്ങളാണ് നമ്മളീ കാണുന്നത്. അത് കഴിഞ്ഞാൽ ഗെയിമുണ്ട്, കുട്ടികൾക്ക് കളിക്കാനുള്ള ഗെയിമുകളുണ്ട്. ആ ഗെയിമിൽ വലിയവർക്കും ചെറിയവർക്കും കളിക്കാം. 50 രൂപയാണ് അതിൻ്റെ ടിക്കറ്റിൻ്റെ ചാർജ്. അപ്പം നമ്മളിപ്പോൾ അതാണ് കളിക്കാൻ പോണത്, ഗെയിം കളിക്കാൻ പോണത്. അങ്ങനെ നമ്മളിനി കളിയൊക്കെ കഴിഞ്ഞു. പാർക്കിലെ എല്ലാ വിശേഷങ്ങളും പങ്കുവച്ചു. ഇനി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ടാറ്റ.